കൈവിരലുകളിൽ പോലും അഭിനയകലയുടെ മൂർത്തിഭാവം കുടികൊള്ളുന്ന നമ്മുടെ ലാലേട്ടന് മോഹൻലാലിന് ഇന്ന് മെയ് 21-ന് 64-ാം പിറന്നാൾ. കുസൃതി ചിരിയും ചരിഞ്ഞ തോളുമായി ചിരിപ്പിച്ചും കരയിപ്പിച്ചും അമ്പരപ്പിച്ചും ചിന്തിപ്പിച്ചും മോഹൻലാൽ മലയാള മനസ്സിൽ കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. തിരനോട്ടത്തിൽ തുടങ്ങി ആദ്യം പുറത്തുവന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിലൂടെ മോഹൻലാൽ നടന്നു കയറിയത് ഇന്ത്യൻ സിനിമയുടെ കൊടുമുടിയിലേക്കാണ്. 80കളിൽ സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയും 90കളിൽ ബ്ലോക്ക് ബസ്റ്ററുകളുടെ നീണ്ട നിര കൊണ്ട് മലയാളികളെ ഹരം കൊള്ളിക്കുകയും ചെയ്തു ലാലേട്ടൻ. ആടുതോമയായും നീലകണ്ഠനായും ജോജിയായും സേതുമാധവനായും ജയകൃഷ്ണനായും ഒക്കെ ഓരോ മലയാളികളുടെയും ഉള്ളിൽ എപ്പോഴുമുണ്ട് ലാലേട്ടൻ. ഉള്ളിലെ കുറ്റബോധവും വേദനയും മറന്നുകൊണ്ട് മലയാളികളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ചിത്രത്തിലെ വിഷ്ണുവും, സ്വന്തം ജീവിതം കൈവിട്ടുപോയി നിസ്സഹായനായി നിന്ന കിരീടത്തിലെ സേതുമാധവനും, വില്ലനിൽ നിന്ന് ഹീറോയിലേക്കെത്തിയ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനും, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടനായും മലയാളികളുടെ മനസ്സിൽ ഒരു കിലുക്കം സമ്മാനിച്ച ജോജിയായും, ഓരോ മലയാളിയുടെയും നെഞ്ചുപൊട്ടുന്ന വേദനയായിരുന്ന തന്മാത്രയിലെ രമേശൻ നായരും, ഭ്രമരത്തിലെ ശിവൻകുട്ടിയുമൊക്കെ ഇന്നും ഓരോ സിനിമാ പ്രേക്ഷകനും മറക്കാനിടയില്ല. ലൂസിഫറിലെ സ്റ്റീഫനും എസ്തഫാനും എബ്രഹാം ഖുറേഷിയുമൊക്കെ ഓരോ മലയാളി പ്രേക്ഷകനെയും അത്ഭുതപ്പെടുത്തുന്നു. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും അഭിനയ മികവ് തെളിയിച്ചു. ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി. നാടകം ഇന്നും പ്രാണനായി കൊണ്ടു നടക്കുന്നു. 1960 മെയ് 21-ന് പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും രണ്ടാമത്തെ മകനായാണ് ജനനം. തിരുവനന്തപുരത്തെ മുടവൻ മുകളിലാണ് കുട്ടിക്കാലം. 4 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിലൂടെ 4 ദേശീയ പുരസ്കാരങ്ങൾ, 9 സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, കേണൽ പദവി, അങ്ങനെ നിരവധി.